നമ്മൾ ദിവസവും പല ആളുകളുമായിട്ടും ചാറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്യുന്നതിന് പകരം വോയിസ് ടൈപ്പിംഗ് ആണ് ഇപ്പോൾ പല ആളുകളും ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ എന്താണ് ചാറ്റ് ചെയ്യേണ്ടത് അതിങ്ങനെ പറഞ്ഞാൽ മതി, ഉടനെ തന്നെ നമുക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇനി ഇതര ഭാഷക്കാരുമായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ലാംഗ്വേജിൽ പറഞ്ഞിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് നമുക്ക് ഗൂഗിളിൻ്റെ ജീബോർഡാണ്. ഇതിൽ നമുക്ക് ഏത് ഭാഷക്കാരുമായിട്ടും വോയിസ് ചാറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇനി അവർ എന്തെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജിലാണല്ലോ, നമുക്കിപ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ലാംഗ്വേജിലുള്ളതും കൂടി നമുക്ക് ഇതിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാനും സാധിക്കും. ഇതൊക്കെ ജീബോർഡിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജീബോർഡിൽ അടങ്ങിയിട്ടുള്ള മറ്റു ചില ഫീച്ചറുകളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ വാട്സാപ്പിൽ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തു. ഇവിടെ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു മൈക്കിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തായിട്ട്. ഇത് നമുക്ക് വോയിസ് ടൈപ്പിങ്ങിനുള്ളതാണ്. ഓക്കെ, ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സെറ്റിംഗ്സിൽ പോകും. ഇവിടെ തന്നെ വോയിസ് ടൈപ്പിംഗ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു മൈക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാരണ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്കിപ്പോൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലോ ഇവിടെ കോളത്തിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജ് വേണം. ഇവിടെ ലാംഗ്വേജ് സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ലാംഗ്വേജുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ആഡ് കീബോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് അതിവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഒരുപാട് ലാംഗ്വേജുകൾ ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത 3 ലാംഗ്വേജ് ആണ്. ഇതിൽ മലയാളം കയ്യക്ഷരമാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഗോളത്തിൻ്റെ ചിത്രത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കയ്യക്ഷരം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മലയാളമാണ് എനിക്ക് എഴുതാൻ സാധിക്കുക. ഇവിടെ തന്നെ ആ ഒരു മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വോയിസ് ടൈപ്പിങ്ങും നടത്താൻ സാധിക്കും. ഓക്കെ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? കണ്ടോ, ഞാൻ പറഞ്ഞ ഉടനെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് അവിടെ നമ്മുടെ ലാംഗ്വേജിൽ ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇതര ഭാഷക്കാർ നമുക്ക് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ ലാംഗ്വേജിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും, അവരുമായിട്ട് എങ്ങനെ ചാറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മറ്റൊരു പ്രൊഫൈൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇംഗ്ലീഷിൽ ചാറ്റിംഗ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു എന്താണ് അവർ പറഞ്ഞത് നമുക്ക് അറിയില്ല, ഇംഗ്ലീഷാണ്. അത് ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഈ ഒരു കീബോർഡിൻ്റെ ബാക്ക് വരാം. ഇങ്ങനെ ഇവിടെ കണ്ടോ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ഐക്കൺ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ലാംഗ്വേജ് ചോദിക്കും. ഏത് ലാംഗ്വേജിൽ നിന്നും ഏത് ലാംഗ്വേജിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാനിപ്പോൾ മലയാളം ടു ഇംഗ്ലീഷ് ആണ് ഇവിടെ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളമാണല്ലോ വേണ്ടത്. ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാതെ മതി. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് ഭാഷ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്തത് ഇവിടെ തന്നെ ഉണ്ട്, ഇംഗ്ലീഷ് ടു മലയാളം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ബാർ ഉണ്ടല്ലോ, അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവർ പറഞ്ഞത് എന്താണ് നമുക്കിവിടെ മനസ്സിലായി. നീ എങ്ങോട്ടാ പോകുന്നത്, ദയവായി പുറത്ത് വന്ന് ഈ പാർസൽ എടുക്കൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് അവർക്ക് മറുപടി കൊടുക്കണമല്ലോ. ഇവിടുന്ന് തന്നെ നമുക്ക് മറുപടി കൊടുക്കാനും സാധിക്കും. നമുക്ക് ഇതൊന്ന് മായ്ച്ച് കളയാം. ഓക്കെ, ഇത് നമുക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ അത് മായ്ച്ച് കളയാണ്. ഇനി ഇവർക്ക് നമുക്ക് മറുപടി കൊടുക്കണമല്ലോ, നമ്മുടെ ലാംഗ്വേജിൽ മറുപടി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് മുകളിൽ ലാംഗ്വേജ് ഏതാണെന്ന് നിങ്ങൾ ശരിക്ക് നോക്കുക. ഇംഗ്ലീഷ് ടു മലയാളമല്ല, മലയാളം ടു ഇംഗ്ലീഷാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആവും. ഇപ്പോൾ മൈക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. കാത്തു നിൽക്കൂ, ഞാൻ ഉടനെ തന്നെ പുറത്ത് വരാം. കണ്ടോ, ഞാൻ അങ്ങനെ മലയാളത്തിലാണ് പറഞ്ഞത്, ഉടനെ തന്നെ അവിടെ ഇംഗ്ലീഷിൽ ടൈപ്പായിട്ട് വന്നു. ഇനി ഇവിടെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജിൽ നമുക്ക് മറുപടി കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കീബോർഡിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഏത് ഭാഷക്കാരുമായിട്ടും വോയിസ് ചാറ്റിംഗ് നടത്താൻ സാധിക്കും. അതായത് അവർ ഏത് ഭാഷയിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് ഇതിലൂടെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞിട്ട് അവരുടെ ഭാഷയിൽ നമുക്ക് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ഉള്ളത്, നമ്മൾ ഗൂഗിൾ ക്രോമിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നവരാണ്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോട്ടോ ആകട്ടെ, ആ ഒരു ഫോട്ടോ നമ്മൾ സാധാരണ ഡൗൺലോഡ് ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാനിപ്പോൾ ഗുഡ് മോർണിംഗിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ സെർച്ച് ചെയ്യാണ്. ഓക്കെ, ഞാനിവിടെ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തു, ഇമേജ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ആ ഒരു ഇമേജിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ഗുഡ് മോർണിംഗിൻ്റെ എല്ലാ ഇമേജും കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ഫോട്ടോ ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് കോപ്പി ഇമേജ് കൊടുത്താൽ മതി. സത്യത്തിൽ നമ്മളിത് ഡൗൺലോഡ് ചെയ്യുന്നില്ല, പക്ഷേ നേരെ ബാക്ക് വന്നിട്ട് ഇപ്പോൾ ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവരെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈലിൽ തന്നെ ഞാനിവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കീബോർഡിന് മുകളിൽ ആ ഒരു ചിത്രം വന്നു, അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അത് ക്ലോസിലാണെങ്കിൽ നിങ്ങൾക്ക് ആ പിക്ചർ കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ അത് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്ത് കോപ്പി ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ക്ലിപ്പ് ബോർഡിൽ ഇത് വന്നിരിക്കും, പിക്ചർ ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും. ഓക്കെ, ഇനി നിങ്ങൾക്ക് യഥേഷ്ടം ഈ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു പിക്ചർ അവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗാലറിയിലൊന്നുമില്ല, നമ്മൾ ഇവിടെ ആ ഒരു ഗൂഗിൾ ക്രോമിൽ നിന്നും കോപ്പി ചെയ്ത പിക്ചറാണ്. ഇതാ ഈ ഒരു പിക്ചറാണ് നമുക്ക് ഇഷ്ടമുള്ളത്. ഇപ്പോൾ മറ്റൊരു പിക്ചർ ഞാൻ ഇവിടെ എടുത്തു, ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്തു, ഇവിടെ നിന്ന് തന്നെ നമുക്ക് കോപ്പി ഇമേജ് കൊടുത്താൽ മതി. നേരെ ക്ലിപ്പ് ബോർഡ് നോക്കുമ്പോൾ ആ ഒരു പിക്ചറും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു സ്ക്വയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിപ്പ് ബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 പിക്ചറും ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കിഡിലൻ ഫീച്ചറുകളുള്ള നല്ലൊരു തകർപ്പൻ കീബോർഡ് തന്നെയാണ് ഗൂഗിളിൻ്റെ Gboard. ഇത് ഉപയോഗിച്ചവർക്ക് വളരെ കൃത്യമായിട്ട് അത് അറിയാം. പക്ഷേ പല ആളുകൾക്കും ഈ കീബോർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഫീച്ചറുകൾ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.